ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമുകളിൽ ഏതൊക്കെ ലൈറ്റ് പോയിൻറ്റുകളാണ്, എക്സോസ്റ്റിൻ്റെ പോയിൻറ്റ്, അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ പോയിൻറ്റ്, പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് കൊടുക്കുന്ന സ്വിച്ച് പ്ലഗ് കാര്യങ്ങൾ, അതിൻ്റെ എത്ര മോഡുകൾ ബോക്സുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന സ്വിച്ച് ബോർഡ് ഉണ്ട്. ഒരു 6 മോഡുകളുടെ സ്വിച്ച് ബോർഡാണ് നമ്മൾ സാധാരണ നോർമലായിട്ട് വെക്കാറ്. 6 മോഡുകളെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 6 സ്വിച്ച് വരാവുന്നത്. അതായത് ഒരു പ്ലഗ് എന്ന് ഉദ്ദേശിക്കുന്നത് 2 മോഡുകളായിട്ടാണ് കൂട്ടുന്നത്. സ്വിച്ച് മാത്രമാണെങ്കിൽ നമ്മൾ 1 മോഡുകളായിട്ടാണ് കൂട്ടുന്നത്. ഇതിപ്പോൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ വരുന്നത് എക്സോസ്റ്റ് വരുന്നുണ്ട്. എക്സോസ്റ്റിനൊരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഹീറ്റർ വരുന്നുണ്ട്. ഹീറ്റർ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഹീറ്ററിൻ്റെ ഓപ്ഷനാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് ഹീറ്ററിലേക്ക് കയറാനുള്ള പച്ചവെള്ളവും ചൂടുവെള്ളവും മിക്സ് ചെയ്ത് വരുന്നത്. ഒന്ന് പൈപ്പിൽ ചൂടുവെള്ളം ഒരെണ്ണത്തിൽ ഇന്ന് വരുന്നത്, ഒരെണ്ണം ഔട്ട് വരുന്നത്. പിന്നെ വരുന്നത് മെയിനായിട്ട് ഒരു ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വാർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു സീലിങ്ങിൽ ലൈറ്റ്സ് വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിറർ ലാമ്പാണ് വരുന്നത്. നമ്മൾ ബാത്റൂമിൻ്റെ എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ സൈഡിൽ നമ്മളാണ് ചൂട് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നത് നേരെ നമ്മൾ 130 സെൻറ്റിമീറ്റർ ഫിനിഷിംഗ് ലെവലിൽ 130 സെൻറ്റിമീറ്റർ അതിൻ്റെ അടിവശം വരാവുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. 130 സെൻറ്റിമീറ്റർ ബോക്സിൻ്റെ അടിവശം വരാവുന്ന രീതിയിൽ കൊടുത്തു. 6 മോഡുകളുടെ ബോക്സാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. 6 മോഡുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് പിന്നെ ഒരു മിറർ ലാമ്പ് ഉണ്ട്. ആ മിറർ ലാമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഓൾറെഡി വാഷ് ബേസിൻ്റെ ഏരിയ ആണ് വരുന്നത്. വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്ന് ടോപ്പിലേക്കായിട്ട് ഇവിടെ ഒരു കബോർഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഈ കബോർഡ് സിസ്റ്റം ചെയ്തതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ഡോറിലാണ് അതിൻ്റെ മിറർ വരുന്നത്. മിററിൻ്റെ മുകളിൽ നമ്മൾ ഒരു സീലിങ്ങിൻ്റെ ലൈറ്റ്, ഇതിനൊരു പോയിന്റ് നമ്മളിവിടെ അതിന് ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ആ പോയിന്റിലേക്ക് നമ്മളൊരു വയർ വലിച്ചിട്ടിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു മിറർ ലാമ്പ് കൊടുക്കുന്നു. ഫസ്റ്റ് തന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു സ്വിച്ച് മിറർ ലാമ്പിന് പോയി. പിന്നെ അടുത്ത സ്വിച്ച് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സോസ്റ്റിൻ്റെ പോയിന്റ് വരുന്നുണ്ട്. എക്സോസ്റ്റിൻ്റെ പോയിന്റ് വരുന്നത് അതായത് ഫസ്റ്റ് മിറർ ലാമ്പ്, സെക്കൻഡ് എക്സോസ്റ്റ്, തേർഡ് വരുന്നത് നമുക്ക് എക്സ്ട്രാ ഒരു സീലിംഗ് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ സീലിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റർ ഉണ്ടെങ്കിൽ ഹീറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹീറ്ററിൻ്റെ ഓപ്ഷൻ നമുക്ക് അതിൻ്റെ മുകളിൽ 2 മോഡുകളുടെ ബോക്സ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എക്സോസ്റ്റിൻ്റെ പോയിന്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് പൈപ്പ് വയ്ക്കാവുന്ന രീതിയിലാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അത് 6 ഇഞ്ച് പൈപ്പിൽ ഫിക്സ് ചെയ്യാവുന്ന രീതിയിലുള്ള എക്സോസ്റ്റ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സോസ്റ്റ് കഴിഞ്ഞു, അതുപോലെ തന്നെ മിറർ ലാമ്പ് കഴിഞ്ഞു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം വരുന്നത് നമുക്ക് ഒരു സ്വിച്ച് പ്ലഗ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ബാത്റൂമിൻ്റെ അകത്ത് ട്രിമ്മർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ചാർജിങ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നനയാത്ത സ്ഥലത്ത്, അതായത് നമ്മൾ കുളിക്കുന്ന ഏരിയ അങ്ങേ അറ്റത്തേക്കാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാഷ് ബേസിൻ്റെ ഏരിയ, പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുന്ന ഏരിയ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒട്ടും വെള്ളം നനയില്ല എന്ന് വരുന്ന ഏരിയയിലേക്ക് നമ്മൾ മാറ്റി ആ വാഷ് ബേസിൻ്റെ ഏരിയയിലാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുക്കുക. അതിനുശേഷം അതിന് നേരെ ഓപ്പോസിറ്റ് ബാത്റൂമിലേക്ക് കയറുന്നതിന് മുന്നായിട്ട് ബാത്റൂമിൻ്റെ ഒരു ലൈറ്റ് കൂടി നമ്മൾ കൊടുക്കണം. അത് ഇപ്പുറത്ത് വരുന്ന സ്വിച്ചാണ്. ഇത് ഡ്രസ്സിങ് ഏരിയ ആണ് വരുന്നത്. ഈ ഡ്രസ്സിങ് ഏരിയയിൽ ബാത്റൂമിൻ്റെ എൻട്രൻസ് സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻട്രൻസ് സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സോസ്റ്റ് വരുന്നുണ്ട്, ഹീറ്റർ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ അകത്തൊരു സീലിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്, മിറർ ലാമ്പ് വരുന്നുണ്ട്, ഹീറ്ററിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, ഒരു സ്വിച്ച് പ്ലഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ബാത്റൂമിൻ്റെ അത് വരുന്ന ഏകദേശം സിമ്പിളായിട്ട് വരുന്ന ലൈറ്റ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.